മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. നമുക്കിപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി നല്ല തണുപ്പും ഇച്ചിരി പൊടിയൊക്കെ ഉള്ള നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആസ്മ, അലർജി എന്ന് പറയുന്ന പ്രശ്നങ്ങളുള്ള ആൾക്കാർ. അവരെ ഉദ്ദേശിച്ചാണ് ഇന്നത്തെ പ്രോഗ്രാം. ഇന്നത്തെ പ്രോഗ്രാമിൽ ആസ്മ, അലർജി, നമ്മുടെ ഇപ്പോഴത്തെ സീസണിൻ്റെ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന രോഗത്തിലെ വേരിയേഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനായിട്ട് എന്നോടൊപ്പം ഡോക്ടർ ജേക്കബ് ബേബി. അദ്ദേഹം കൊച്ചി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം HOD ആണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ ജേക്കബ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ ആസ്മയാണ് നമ്മുടെ വിഷയം. ആസ്മ അല്ലെങ്കിൽ അലർജിയൊക്കെ നമ്മുടെ ഇന്നത്തെ വിഷയമാവാം. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലുണ്ടായ വ്യത്യാസങ്ങൾ ആസ്മ, അലർജി രോഗികളെ വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു, കാണുന്നു, പേഷ്യൻസിനെ കാണുന്നു. എന്താണ് അതിന് കാരണം? ആസ്മ എന്ന് പറയുന്ന അസുഖം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ബാക്കിയുള്ള മറ്റുള്ള ആസ്മ ഇല്ലാത്ത രോഗികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമിതമായിട്ട് അവരുടെ ശ്വാസനാളികൾ പ്രതികരിക്കുന്നതിനാണ് ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ അമിതമായി പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസനാളികൾക്കൊരു സൈസുണ്ട്, അതിൽ കൂടെ എയർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് സങ്കോചം ഉണ്ടാവുക. അതിൽ നിന്ന് കൂടുതൽ ഇപ്പോൾ നമുക്കൊരു മൂക്കിന് എരിച്ചിലുണ്ടാകും, മൂക്കിൽ നിന്ന് വെള്ളം വരും. അതുപോലെ നാളിയിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള സ്രവം പുറത്തേക്ക് വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ, സങ്കോചവും സ്രവവും കൂടെ ആകുമ്പോൾ ശ്വാസനാളികൾ ചുരുങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ആസ്മ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ആസ്മ ഉണ്ടാകുന്ന ആ രീതിയാണ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കുറയും. മരുന്നെടുക്കുമ്പോഴും പിന്നെ അതിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുറഞ്ഞ് ഒന്ന് റെഡി. അപ്പോൾ പലപ്പോഴും നമുക്ക് ആസ്മ രോഗികൾ പറയും രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശരിയായി വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ അമിതമായിട്ടുള്ള പ്രതികരണമാണ്. അവർ പറഞ്ഞ ഈ സീസണിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സീസണിൽ ഒരേപോലെ കാലാവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് പെട്ടെന്നുള്ള വ്യതിയാനങ്ങളുണ്ടാകും. പെട്ടെന്ന് തണുപ്പ് കൂടുന്നു, രാവിലെ ഭയങ്കര തണുപ്പ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചൂടാകുന്നു. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ വരുന്ന പൊടി, അതിൻ്റെ സാന്ദ്രതയുടെ വ്യത്യാസം, അതൊക്കെ പെട്ടെന്ന് ഒരു വശത്തുള്ള പൊടികൾ മറ്റൊരു വശത്തേക്ക് നീങ്ങുന്ന ഒരു പ്രവണതയുണ്ടെന്നാണ് ഈ നമ്മുടെ ഫിസിക്സിൻ്റെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആ പൊടി ഈ ശ്വാസം മുട്ടൽ ഉള്ള അസുഖമുള്ള ആൾക്കാരുടെ മൂക്കിൻ്റെ മുമ്പിലൂടെ പോകും. അത് പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടാക്കും. അപ്പോൾ തുമ്മലാവാം, കണ്ണ് ചൊറിച്ചിലാവാം, പിന്നെ ശ്വാസം മുട്ടലുള്ളവർക്ക് നേരെ ശ്വാസകോശത്തിലേക്ക് പോകും. അപ്പോൾ അത് അവർക്ക് അലർജി പ്രശ്നങ്ങൾ കൂട്ടും. അതൊരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന തണുപ്പൊക്കെ കൂടുമ്പോൾ വൈറസ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടും. കാരണം അതിനവർക്ക് നല്ലൊരു ക്ലൈമറ്റാണ് അവർക്ക്. അപ്പോൾ പനി, ജലദോഷം, ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ ഉണ്ടാകുന്ന വൈറസ് അണുബാധ ഉണ്ടാകുമ്പോഴും ആസ്മ പ്രതികരിക്കും. അപ്പോൾ പ്രതികരണശേഷി കൂടുതലായതുകൊണ്ട് ആസ്മയിൽ പൊടി കണ്ടാൽ പ്രതികരണം ഉണ്ടാവും. തണുപ്പ് തന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ തണുപ്പൊരു ആസ്മയെ അധികരിക്കുന്ന കുറേ വസ്തുക്കൾ ഒന്നാണ് തണുപ്പ്. അപ്പോൾ തണുപ്പ് തന്നെ ഒരു പ്രശ്നം. പിന്നെ പറയുന്നത് ഈ ചെറിയ പൂപ്പൽ ആ സമയത്ത് കൂടുതലാണ്. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് പൂപ്പൽ നമുക്ക് പലപ്പോഴും വീടുകളിലെ ഭിത്തികളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈർപ്പമുള്ളതുകൊണ്ട് പച്ച കളറുണ്ട്. ഇത് വളരെയധികം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ ആൾക്കാർ കൂടിയിരിക്കാം ഉത്സവ സമയത്ത്, അതല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു ഫംഗ്ഷന് കൂടെ, ആ സമയത്തൊക്കെ ഇത് ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഇൻഫെക്ഷൻ പകരും. അപ്പോൾ ആസ്മ ഉള്ളവർക്ക് കൂടുതലായിട്ട് വരും. പിന്നെ ഇത് എന്ന് കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴും പ്രധാനമായിട്ടും എല്ലാവർക്കും അസുഖം ഉണ്ടാകും. ഇപ്പോഴെനിക്കൊണ്ട് കുറച്ച് പനി ഒന്ന് കുറഞ്ഞെന്ന് തോന്നുന്നു, ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പനി വന്നു പോയതിന് ശേഷമുള്ള ചുമ വളരെയധികം കൂടുതലായിട്ട് ആൾക്കാർ ഇങ്ങനെ ചുമച്ചുണ്ട്. ഈ ചുമ ഒരു ലക്ഷണമാണ് ആസ്മ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ചുമ. അപ്പോൾ അത് പ്രതികരണശേഷി കൂടുതലായതുകൊണ്ട് ശ്വാസകോശം ചുരുങ്ങിയിരിക്കും, ചുമച്ചുകൊണ്ടേയിരിക്കും. ഈ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് ആസ്മയുടെ ഒരു സിംറ്റമാണ്. അതെ, ശ്വാസം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് ശ്വാസതടസ്സം. ആസ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റവും ചിലപ്പോൾ അത് തന്നെയായിരിക്കും. പക്ഷേ ഏറ്റവും പ്രൈമറി സിംറ്റം അതല്ലല്ലോ, തുടക്കത്തിലുണ്ടാകുന്നത്. അല്ല. അപ്പോൾ ആസ്മയുടെ ആ ഒരു ഇതൊന്ന് വിശദീകരിക്കാമോ? അത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞാൽ ആസ്മ കുട്ടികളിൽ ചുമ മാത്രമായിരിക്കും മിക്കവാറും. മിക്ക കുട്ടികളും ചുമയ്ക്കും. അപ്പോൾ അനിയന്ത്രിതമായ ചുമ, അതിൻ്റെ രാത്രി കാലങ്ങളിൽ മാത്രം കാണുന്ന ചുമ. അപ്പോൾ ഒരു ജലദോഷം, മൂക്കൊലിപ്പ് വന്നു കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് ചുമയായിട്ട് തുടങ്ങുക. ആ ചുമ തുടങ്ങിയ 10 ദിവസത്തിനുള്ളിൽ എടുക്കുക, അത് ക്ലിയർ ചെയ്തു പോകണം. ഇതൊക്കെ ആദ്യത്തെ ആസ്മയുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ചുമ ഒരു ആസ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇപ്പോൾ ചുമ ഉള്ളവരുണ്ട്. പിന്നെ ചിലവർക്ക് പെട്ടെന്നൊരു അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്വാസനാളികളെല്ലാം ഒരേപോലെ സങ്കോചത്തിലേക്ക് പോകും. അപ്പോൾ ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അവർക്ക് ഭയങ്കര ശ്വാസം മുട്ടലാവും. അപ്പോൾ ശ്വാസം മുട്ടൽ, അപ്പോൾ 2 കാരണമാണ് നമ്മൾ പ്രധാനമായിട്ട്. കുട്ടികളിൽ ചുമയും, മറ്റുള്ളവർക്ക് കുറുങ്ങലോട് കൂടിയ വിസിലടി ശബ്ദത്തോടു കൂടിയ വലിവ്. അപ്പോൾ എല്ലാ ആസ്മയും വലിക്കുന്ന ആസ്മ ആവണമെന്നില്ല, ചുമച്ചുകൊണ്ടേയിരിക്കാം ആൾക്കാർ. അപ്പം ഈ ചുരുങ്ങിയിരിക്കുന്ന സമയത്ത് ശ്വാസകോശത്തിൻ്റെ
പ്രവർത്തനക്ഷമത കുറവായിരിക്കും. അപ്പോൾ അവർ ചുമ്മാ ഇരുന്ന കുഴപ്പം കാണില്ല, അവർ നടന്നു കഴിഞ്ഞപ്പോൾ കിതയ്ക്കും, അവർ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അവർ കിതയ്ക്കും, ഒരു ബസ്സിന് പുറകെ ഓടാൻ നോക്കിയാൽ കിതയ്ക്കും, ചെറിയൊരു എന്തെങ്കിലും ഒരു ദേഹാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ കിതയ്ക്കും. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റേതായിട്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് നമ്മൾ എന്തെങ്കിലും മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയോ ഇത് അധികരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഒഴിവാക്കിയാലോ ഇത് ഈ ഒരു കണ്ടീഷനിലേക്ക് മാറില്ല. ഈ അധികരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെ അഗ്രവേറ്റ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ് അതെങ്ങനെ കണ്ടുപിടിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ നമ്മുടെ രോഗികൾക്ക് തന്നെ മനസ്സിലാകും, ഞാൻ തണുപ്പ് കഴിച്ച പ്രശ്നമാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പറയുകയാണെങ്കിൽ അപ്പോൾ ഇപ്പം ഏതൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പഥ്യം പറയുന്നുള്ളൂ അല്ലേ, അലോപ്പതി ചികിത്സയിൽ പഥ്യമില്ല എന്ന് ആൾക്കാർ. പക്ഷേ അത് ഈ ആസ്മയെ സംബന്ധിച്ചോളം അത് തെറ്റാണ്. പഥ്യമുണ്ട്, പഥ്യമില്ലാത്ത പരിപാടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അധികരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം ഫുഡാണ്. ഓക്കെ. അപ്പോൾ ഫുഡ് എന്തും കഴിച്ചിട്ട് നമ്മൾ കുറേ മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ തീയിലേക്ക് മണ്ണെണ്ണയും പെട്രോളും എടുത്ത് ഒഴിച്ചിട്ട് പിന്നെ അത് കത്തിക്കാനായിട്ട് ഫയർ എഞ്ചിനാണ് വിളിക്കുന്നതിന് പോലും ഒരു കാര്യമില്ല. കാരണം പാലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ എല്ലാ കുട്ടികളിലും എല്ലാ ആൾക്കാർക്കും പാലൊരു പ്രശ്നമല്ല. അതെ. പക്ഷേ ആസ്മ സ്ഥിരമായിട്ട് വരുന്നു, മരുന്ന് കഴിക്കുന്നു, മാറുന്നില്ല. അപ്പോൾ ശരിയായിട്ട് നമ്മൾ നോക്കണം, ഈ പാല് കൂടുതലായിട്ട് കുടിക്കുന്നുണ്ട്. വളരെ കൂടുതലായിട്ട് നമുക്ക് കാണുന്ന ഒരു അലർജിയാണ് മിൽക്ക് അലർജി. ഓക്കെ. അത് കൂടുതലാണ്. പിന്നെ പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാ ആസ്മക്കാരും പാല് നിർത്തണമെന്നില്ല, അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് മുട്ട അവരുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പ്രോട്ടീൻ കൂടുതലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മൾ ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ ശരീരം ശോഷിച്ച് അവർക്ക് വേറെ അസുഖം പിടിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇത് ആദ്യം നമുക്കൊരു ഹിസ്റ്ററി പോലെ കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഏത് കഴിക്കാൻ പാടില്ല. ചിലവർക്ക് അതുകൊണ്ട് ചില ഞാൻ സാറിന് പറയും ഒരുമാതിരി ഷേപ്പുള്ള മീനുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഞണ്ട്, കൊഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങൾ, തോടുള്ള സാധനങ്ങൾ, ഈ കക്ക, ഇതൊക്കെ പ്രൂവണായിട്ട് അലർജൻസാണ്. ഓക്കെ. അപ്പോൾ ചെറിയ അലർജി ഉള്ള ആൾക്കാർ ഈ സാധനങ്ങൾ കഴിച്ചത് അത് ചുമയ്ക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. ബീഫ്, ചിക്കൻ, പൊതുവെ മട്ടൺ കുറച്ച് അലർജി കുറവായിട്ടാണ് അലർജി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ചിലവർ പൂന്തോട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില പ്രശ്നമാണ്, ഇപ്പോൾ പൂമ്പൊടി കൂടുതലുള്ള സ്ഥലങ്ങൾ. പിന്നെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടുപിടിക്കണം. ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ പഥ്യമുണ്ട്, ഇപ്പോൾ ചിലവർ പറയും ഞാനിതെല്ലാം ഒഴിവാക്കി. ഇപ്പോൾ കോഫി ഒരു പ്രധാനപ്പെട്ട അലർജനാണ്. പിന്നെ നിങ്ങളുടെ ഹോമിയോ ചികിത്സയിൽ കോഫി സാധാരണ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുമ്പോൾ കോഫി ഒരു പ്രധാനപ്പെട്ട അലർജനായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, ശരിയത് കോഫി പ്രശ്നമാണ്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് IgE ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ IgE കൂടുതലായിരിക്കും. പിന്നെ സ്പെസിഫിക് ആയിട്ട് IgE ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ചില ലാബുകളിലൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. കുറേ ഫുഡിൻ്റെ അലർജൻസ് ഇപ്പോൾ പാനൽ വരുന്നുണ്ട്, അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോരോ മരുന്ന് ഫുഡിന് പറ്റിയ ടെസ്റ്റുകൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ഫുഡിനുള്ള ടെസ്റ്റ്, വെജിറ്റേറിയൻ ഫുഡിനുള്ള ടെസ്റ്റ്, ഇതൊക്കെ കണ്ടുപിടിച്ചാൽ ഗുണകരമാണ്. കുറച്ച് പൂമ്പൊടിയുടെ ടെസ്റ്റുകളും ഉണ്ട്, ഇൻഹേലൻ്റ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. നമ്മൾ ചുമ്മാ നടന്നു പോകുമ്പോൾ ഈ പൂമ്പൊടിക്ക് അലർജിയാണ്, ആ പൂമ്പൊടിക്ക് അലർജി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആഹാരത്തിന് അലർജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. നല്ലതാണ്. അതെ. അപ്പോൾ ഇത് ബ്ലഡിൽ നിന്ന് ചെയ്യാം. പിന്നെ ഞങ്ങൾ സ്കിൻ അലർജി ടെസ്റ്റ് ചെയ്യാം. പക്ഷേ സ്കിൻ അലർജി ടെസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് വേദനയുടെ പ്രശ്നമുണ്ട്. പിന്നെ അതൊരു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ചെയ്യണം, കാരണം റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു മരുന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഭയങ്കര അലർജി ഉള്ളവർ ചിലപ്പോൾ മരുന്നൊക്കെ നിർത്തി കഴിഞ്ഞാൽ അവരുടെ അസുഖം കൂടാം. കുറേ കുഴപ്പമില്ലായിരിക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് പറയാം നിങ്ങൾ ദയവേദി ഈ മരുന്ന് ഈ ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി നോക്കുക. ഒരു പരീക്ഷണാർത്ഥം. ഇത് 100% ഫുൾ പ്രൂഫ് അല്ല. കാരണം ഇത് അലർജി ഉണ്ടെന്ന് അതിൽ കണ്ടാലും ചിലവരവർ പറയും ഇതൊക്കെ ഞാൻ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇത് നമ്മൾ ശാസ്ത്രം അങ്ങനെ ഭയങ്കരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മുഴുവൻ പുരോഗമിച്ച് നമുക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമ്മൾ അലർജി ടെസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ആസ്മ ഉള്ളൊരു പേഷ്യൻറ്റ് സിംറ്റംസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നു, നിങ്ങൾക്കത് ആസ്മാറ്റിക് ആണ് എന്ന് തോന്നുന്നു, അലർജിക് ആണെന്ന് തോന്നുന്നു, ടെസ്റ്റ് ചെയ്ത് കുറേ അലർജി ഫാക്ടേഴ്സൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ആദ്യം പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ആസ്മ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ സയൻസ് പറഞ്ഞാലും രോഗി പറയുന്നത് എൻ്റെ ശ്വാസം മുട്ടലൊന്ന് പറഞ്ഞു കിട്ടുമോ, ആദ്യം ചോദിക്കുന്നത് അതാണ്. നിങ്ങളെന്തേ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അവരുടെ ആ സിംറ്റംസ് റിലീവ് ചെയ്യാനായിട്ടുള്ള
മരുന്നുകൾ കൊടുക്കും. അപ്പോൾ ശ്വാസം നാളികൾ ചുരുങ്ങിയിരിക്കുന്നത് തുറക്കാനായിട്ടുള്ള മരുന്ന് കൊടുക്കും. നമ്മൾ ബ്രോങ്കോ ഡൈലേറ്റർ എന്ന് പറയും. അത് ഇൻഹേലർ രൂപത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. നേരെ ലങ്സിലേക്ക് പോകും. പിന്നെ ഗുളികയായിട്ട് ഉപയോഗിക്കാം, സിറപ്പായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ സിറപ്പിന് ഡോസ് കുറച്ചുണ്ട്, അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ സ്ട്രെങ്ത് ആയിരിക്കും ഗുളികകൾ. അതിനേക്കാളും കുറച്ചുകൂടെ ശരിക്കും ഡോസാണ് നെബുലൈസേഷൻ. കാരണം അതിൽ 1 ml മരുന്നിൻ്റെ അകത്ത് 5 മില്ലിഗ്രാം വരെ സൽബുറ്റമോളുണ്ട് ഒരു നെബുലൈസ് ചെയ്യും. പിന്നെ ഏറ്റവും ചെറിയ ഡോസ് നമ്മുടെ ഇൻഹേലറാണ്. അതിൽ 200 മൈക്രോഗ്രാം 100 മൈക്രോഗ്രാമൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറയുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ വളരെ ശ്വാസം മുട്ടലുള്ളപ്പോൾ ഇതൊന്നും ഏൽക്കില്ല. കാരണം ഇൻഹേലർ അടിച്ചിട്ട് ആ മരുന്ന് ലങ്സിൽ എത്തിയാൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ. അതിവിടെ എല്ലാം അടഞ്ഞിരിക്കുന്നിടത്ത് അവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. ആ സാഹചര്യത്തിലാണ് വളരെ ശക്തിയായ നെബുലൈസേഷനോ മരുന്നുകളോ ടാബ്ലറ്റുകളൊക്കെ കഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് അതൊന്ന് കുറയും, അപ്പോൾ ശ്വാസം തോന്നും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള നീർക്കെട്ട് കുറയാനായിട്ട് ആ നീർക്കെട്ട് കുറയുന്ന മരുന്നാണ് സ്റ്റീറോയിഡുകൾ. അപ്പോൾ സ്റ്റീറോയിഡുകളാണ് എൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ. അപ്പോൾ സ്റ്റീറോയിഡ് ഉള്ളിൽ കഴിച്ചാൽ ആ നീർക്കെട്ടൊക്കെ മാറും. പക്ഷേ സ്ഥിരമായിട്ട് സ്റ്റീറോയിഡ് കഴിച്ചുകൊണ്ടിരുന്ന സ്റ്റീറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ സ്റ്റീറോയിഡ് ഒരു എന്ത് പറയുന്ന ഒരു ആപൽക്കാരിയായ മരുന്നല്ല. കാരണം സ്റ്റീറോയിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതാണ്, ലൈഫ് സേവിങ് ആയിട്ടുള്ള സാധനമാണ്. സ്റ്റീറോയിഡ് അല്ലെങ്കിൽ ആൾ മരിക്കും. അതെ. പക്ഷേ അമിതമായാലെല്ലാം പ്രശ്നമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങൾ ഈ പൾമണോളജിക്കാരെ പറ്റിയുള്ള ഏറ്റവും വലിയ കംപ്ലൈൻറ്റും അത് തന്നെയാണ്, നിങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത്. അതെ, ഈ സ്റ്റീറോയിഡുകൾ അമിതമായി ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും ഞങ്ങളുടെ കുട്ടികളുടെ അടുത്തും പറയും, ഈ സ്റ്റീറോയിഡ് അമിതമായി ഉപയോഗിക്കുന്ന ആവശ്യത്തിന് ഉപയോഗിക്കണം. ആവശ്യത്തിന് ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇതേപോലെ വളരെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഗർഭിണിയായ ഒരു ലേഡി ഈ ഇടയ്ക്ക് സ്ഥിരമായിട്ട് ഞങ്ങൾ വരുന്നതാണ്, ഭയങ്കര ശ്വാസം മുട്ടൽ പറഞ്ഞാൽ ശ്വാസം കിട്ടുന്നില്ല. അവർ വന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓക്സിജൻ്റെ അളവ് ശരി, നമ്മുടെ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ്റെ അളവ് 90 ഉള്ളൂ, വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് ഇത് വെച്ചുകൊണ്ടിരുന്നത്? അല്ല, ഞാൻ ഗർഭിണി ആയതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നിട്ട് വരുമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഗൈനക്കോളജിസ്റ്റും ഞങ്ങളുടെ ഡോക്ടറും ഒന്നും മരുന്ന് തരുന്നില്ല. ഓക്കെ, വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. അത് വളരെ കുഴപ്പത്തിൽ കാണാൻ ഞാൻ പറഞ്ഞു, കുട്ടിക്ക് ലങ്സ് ഇല്ല. അതെ, ഇത് അവിടെ വർക്കിംഗ് അല്ല. നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ഓക്സിജനാണ് ആ കൊച്ചിന് കിട്ടേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ശ്വാസം വിട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൊച്ചിനെയാണ്. അതെ അതെ. ഇതിങ്ങനെ ശ്വാസം വിട്ടിട്ടുണ്ടെന്നാൽ കൊച്ചു ജനിക്കുമ്പോൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിന് പലതും സംഭവിക്കാം. നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ വേണ്ട മരുന്നുകൾക്ക് ഇപ്പോൾ എന്തായാലും സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കില്ല. മുഴുവൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അവരുടെ പ്രശ്നം സ്റ്റീറോയിഡ് കഴിച്ചാൽ കൊച്ചിന് പ്രശ്നം, ഇത് അതിനേക്കാളും പ്രശ്നമാണ്. അപ്പം ആവശ്യമുള്ളപ്പോൾ കൊടുക്കേണ്ട മരുന്നാണ് സ്റ്റീറോയിഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും. എല്ലാ പനിയും ഇൻഫെക്ഷൻ ആവണമെന്നില്ല. പക്ഷേ ടോൺസിലൈറ്റിസോ ന്യൂമോണിയ ഉള്ള പനിക്ക് പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതേസമയം ആൻറ്റിബയോട്ടിക് അപ്പോൾ വേണ്ടി വരും. അതിന് എല്ലാ സമയത്തും നമ്മൾ സ്റ്റീറോയിഡിൻ്റെ ആവശ്യമില്ല. ശ്വാസത്തിൽ ചിലവുള്ള സമയത്ത് ബ്രോങ്കോ ഡൈലേറ്റർ മാത്രം കൊടുത്താൽ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കുക. ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസനാളിയിലുള്ള നീർക്കെട്ട് കൂടിക്കൂടി മറ്റേതിങ്ങനെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അതങ്ങനെ തന്നെ ആവും. അപ്പോൾ നമ്മൾ പുക വലിച്ച് വരുന്ന ആൾക്കാരുടെ ശ്വാസകോശത്തിന് സമമായി മാറും, COPDയിലേക്ക് പോകും, ക്രോണിക് ആസ്മാറ്റിക് പേഷ്യൻ്റ്. ആ രോഗികളെയാണ് മിക്കവാറും നമ്മൾ കാണുന്നത് ഇങ്ങനെ ഇൻഹേലർ വലിച്ച് നടക്കുന്നത്. ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഹേലർ ഞാൻ പറഞ്ഞ സ്റ്റീറോയിഡുകൾ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റീറോയിഡിനെക്കാളും നല്ലത് ഇപ്പം ഇൻഹേലറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഹേൽ സ്റ്റീറോയിഡിൻ്റെ ചെറിയ ഡോസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ കുഴപ്പമില്ല. അത് ഉള്ളിൽ രാവിലെയും വൈകിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പുറത്ത് കാണില്ല. ഓക്കെ. അപ്പം ഇത് മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരുമ്പോൾ ഉപയോഗിക്കുന്ന സൽബുറ്റമോൾ പോലെയുള്ള ഇൻഹേലർ മാത്രം അടിച്ചുകൊണ്ടിരുന്നാൽ ശ്വാസം മുട്ടൽ മാറില്ല. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ അസുഖം മാറില്ല. അപ്പോഴാണ് നമ്മൾ ഇൻഹേലർ സ്റ്റാർട്ടിങ് പറയും, അതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ തീർന്ന്. കുറിച്ച് ഭയങ്കരമായ തെറ്റിദ്ധാരണയാണ്. വലിയ കുഴപ്പം, മാരകമായ പ്രശ്നമാണ്. അവസാന ആയുധമാണ് ഇൻഹേലർ. ശരിക്കും അവസാന ആയുധമല്ല, പാവം ഇൻഹേലറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഹേലർ എന്ന് പറയുന്ന സാധനം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കണം. വളരെ അവസാനത്തെ ഘട്ടത്തിൽ ഇത് ഇൻഹേലറിൻ്റെ ഒരു ഉപയോഗമില്ല സത്യം പറഞ്ഞാൽ. ആ സമയത്ത് നമ്മൾ മരുന്നോ ഇഞ്ചക്ഷനോ ഗുളികയോ ഒക്കെ തന്നെ വേണ്ടി, കാരണം ശ്വാസകോശത്തിൻ്റെ അകത്ത് വർക്കിംഗ് ഇല്ലെങ്കിൽ മരുന്ന് എത്തില്ല ഇവിടെ. അപ്പോൾ ആദ്യ സമയത്ത് ഇൻഹേലർ കൊണ്ട് ചികിത്സിക്കേണ്ട കാര്യങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ അവസാനം ഇൻഹേലറിനെ ആശ്രയിച്ചിട്ട് കാര്യമേ ഇല്ല. ഇൻഹേലർ 2 തരമുണ്ടോ? പ്രിവെൻറ്റർ ഇൻഹേലറും റിലീവർ ഇൻഹേലറും ഉണ്ട്. പ്രിവെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീറോയിഡ് തന്നെയാണ്. റിലീവർ എന്ന് പറയുന്നത് സൽബുറ്റമോൾ പോലുള്ള മരുന്നാണ്. ശ്വാസനാളികൾ തുറക്കാനുള്ള മസിലുണ്ടല്ലോ, ബ്രോങ്കോ ഡൈലേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നതിനെ വികസിപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്തൊരു നീർക്കെട്ട് കുറയാനാണ് നമ്മൾ സ്റ്റീറോയിഡ്. അപ്പോൾ സ്റ്റീറോയിഡ് പ്രിവെൻറ്റർ ഉണ്ട്. ഇപ്പോൾ സ്റ്റീറോയിഡ് അല്ലാത്ത പ്രിവെൻറ്ററാണ് മോണ്ടിലൂക്കാസ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇപ്പം സ്റ്റീറോയിഡ് അല്ല, അത് വേറെ. പക്ഷേ എല്ലാവർക്കും മോണ്ടിലൂക്കാസ് എഫക്റ്റീവ് അല്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മോണ്ടിലൂക്കാസ് എഫക്റ്റീവാണ്. അത് സേഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ സ്റ്റഡികൾ വെച്ചാൽ അത് സേഫാണ്. അത് സ്റ്റീറോയിഡ് അല്ല. അതുകൊണ്ടാണ് അത് നോൺ സ്റ്റീറോയിഡലായിട്ട് നമ്മൾ സ്റ്റീറോയിഡ് അല്ലാതെ നീർക്കെട്ട് കുറയാൻ പറ്റിയ മരുന്നെന്നുള്ള രീതിയിൽ വന്നതാണത്. പക്ഷേ അത് എല്ലാവർക്കും ഗുണമില്ല. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർക്ക് അത് വളരെയധികം ഗുണമാണ്. ഇപ്പം മരുന്ന് കൊടുത്തു, ഇപ്പം അതിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന്
ലങ് ഫങ്ഷൻ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും പരിശോധനകൾ ചെയ്യാറുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആസ്മ കണ്ടുപിടിക്കാനായിട്ട് ലങ് ഫങ്ഷൻ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു സംശയം, ഇത് ആസ്മയാണോ അല്ലേ? അത് നമ്മൾ 1-2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലായി. പറഞ്ഞാൽ സ്ഥിരമായി ശ്വാസം മുട്ടലുണ്ടെങ്കിൽ അത് ആസ്മയാവാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് മാത്രം ശ്വാസം മുട്ടലാണ് ആസ്മ. അങ്ങനൊരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആസ്മയ്ക്ക് വലിയ ടെസ്റ്റുകളുടെ ആവശ്യമില്ല. വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുമ്പോൾ സാധാരണ ഒരു പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ശ്വാസക്കുഴലിൽ ചുരുക്കമുണ്ടോ, ഈ ചുരുക്കം മരുന്ന് അടിച്ചാൽ മാറുമോ, ഇത് കണ്ടുപിടിക്കണം. കാരണം ചുരുങ്ങിയിരിക്കുന്ന ശ്വാസകോശത്തിൻ്റെ ആ ശ്വാസനാളി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മൾ ഒരു ട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഊതുമ്പോൾ എത്ര നേരം എടുക്കുന്നു. അപ്പോൾ അത് നീ കൂടുതൽ ഇങ്ങനെ അമങ്ങിയിരിക്കുവാണെങ്കിൽ കൂടുതൽ നേരം എടുക്കും പോകാൻ. ഓക്കെ. അപ്പോൾ അങ്ങനെ അതിന് ചെറിയ ഫിസിക്സ് ഉണ്ട്. അതിപ്പോൾ എത്ര വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ലെവല് അത് കഴിഞ്ഞ് സാൽബുട്ടമോൾ കൊടുത്ത് നോക്കും. അത് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഒരു 12% വികസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ അസുഖം മാറുന്ന തരം ഉള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്വാസനാളിക്ക് വികാസം വരുന്ന അസുഖമാണ്, ഇത് ആസ്മയാണ് എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ COPD ഉള്ള ആൾക്കാരുടെ എല്ലാവരും ശ്വാസമുട്ടലാണല്ലോ വരുന്നത്. COPD ആണെങ്കിലും ആസ്മയാണെങ്കിലും ഹാർട്ട് ഫെയിലിയർ ആണെങ്കിലും പിന്നെ ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖമാണെങ്കിലും ശ്വാസമുട്ടലായിട്ടാണ് വരുന്നത്. ക്യാൻസർ ആണെങ്കിലും അങ്ങനെ ചിലപ്പോൾ വരുന്നത്. അപ്പോൾ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ബാക്കിയുള്ള എക്സ്റേയിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ആസ്മയിൽ. പക്ഷേ ആസ്മയാണ് എന്ന് ഒരു കാര്യം നമുക്ക് ഇതിലേക്കൂടെ പറയണം. ആസ്മയുള്ള രോഗികൾ സാധാരണപ്പെട്ട മരുന്നുകൾ കഴിച്ചിട്ടും അവരുടെ ശ്വാസം മുട്ടൽ മാറുന്നില്ലെങ്കിൽ ഡോക്ടറിനെ കാണണം. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ആസ്മ രോഗികളൊരു ഇൻഹേലർ ഉണ്ടെങ്കിൽ അത് അടിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കും, ചിലപ്പോൾ അവരുടെ ശ്വാസകോശം പൊട്ടിയതായിരിക്കും. അതൊക്കെ ലൈഫ് സേവിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ആൾ മരിക്കും. അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വളരെ കർശനമായിട്ട് നെബുലൈസറുകൾ വീട്ടിൽ മാത്രം, നെബുലൈസർ ചുമ്മാ തോന്നിയതുപോലെ ഉപയോഗിക്കരുത് എന്ന് ഇപ്പോൾ പറയാൻ തുടങ്ങി. അതുകൊണ്ടാണ്. കാരണം പലപ്പോഴും ഈ ആൾക്കാർ ഈ നെബുലൈസർ ആശുപത്രിയിൽ ഇതാണല്ലോ ഉപയോഗിക്കുന്നത്, നമുക്ക് വീട്ടിലങ്ങ് വാങ്ങിച്ച് വെച്ചാൽ എന്താ, കാശും കുറയുമല്ലോ, അവിടെ ചെല്ലുമ്പോൾ കുറേ രൂപയാവും, ഇതങ്ങ് വാങ്ങിച്ച് വെച്ചാൽ അതങ്ങ് അടിച്ചാൽ മതി. ഇതടിച്ച 1 പ്രാവശ്യം അടിച്ചു ശരി, 2 പ്രാവശ്യം അടിച്ചു ശരിയായില്ല. ഈയിടയ്ക്ക് പിന്നെ ഒരു കുട്ടിയുടെ കേസ് പ്രസൻറ്റ് ചെയ്യുണ്ടായി. ആ കുട്ടി തന്നെത്താൻ നെബുലൈസർ എടുത്ത് വലിക്കുന്നതാണ്. രാത്രി ഇതുപോലെ ഇങ്ങനെ വലിക്കുമെന്ന് പറയുന്നത്. ഒരു ദിവസം രാത്രി ഭയങ്കര ശബ്ദം കേട്ട് ചെന്നപ്പോൾ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നു. കുറേ നേരം പുള്ളി അടിച്ചിട്ടുണ്ട്. വേറെ എന്തോ പ്രശ്നമായിരുന്നു. അത് വളരെ സീരിയസ് ആയിട്ട് അത് വെൻറ്റിലേറ്ററിലേക്ക് പോയി. അപ്പോൾ നമ്മളിത് ഒരിക്കലും ലഘുവായിട്ടും ഇതൊരു ചെറിയ സംഭവമാണ്, ഇതിങ്ങനെ ഇൻഹേലർ പോലെ നമ്മൾ നെബുലൈസറിനെ കാണാൻ പാടില്ല. നമ്മളൊരു 1-2 കാര്യങ്ങൾ ഈ ആസ്മയെ സംബന്ധിച്ച ചില സംശയങ്ങൾ. ഈ ആസ്മയുള്ള രോഗികൾ അല്ലെങ്കിൽ കഫക്കെട്ടുള്ള രോഗികൾ ആവി പിടിക്കാൻ പലപ്പോഴും ഡോക്ടേഴ്സ് പറയുകയോ അല്ലെങ്കിൽ രോഗികൾ തന്നെത്താനെ അറിഞ്ഞ് ചെയ്യാറുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ? പിടിക്കുകയാണെങ്കിൽ നല്ലതാണ്, പിടിക്കണമെന്നാണെങ്കിൽ അതെങ്ങനെയാണ് ശാസ്ത്രീയമായി ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റീം ശരിക്കും നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു അലർജിക് ടെൻഡൻസി ഉണ്ടാവാം ഈ പുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിയിരിക്കുന്ന ആളുടെ അടുത്ത് ഇത് പിടിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ കഫം ഇളകി വരാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റീം അടിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും, തുറന്നു വരും. ഒരു ചൂട് കിട്ടുമ്പോഴും ശ്വാസകോശത്തിന് വ്യത്യാസം വരും. അത് പിന്നെ അതിൻ്റെ അകത്ത് അനാവശ്യമായ സാധനങ്ങൾ ഇടാതിരിക്കുക, അതാണ് പ്രധാനം. കാരണം അതൊക്കെ ഇറിറ്റൻ്റ് ആവാം. ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോഴാണ് ഇപ്പം മൂക്കിൻ്റെ അകത്തോട്ട് നമ്മൾ കുറേ ബെൻസോയിൻ ടിഞ്ചറൊക്കെ ഇങ്ങനെ ആൾക്കാർ വലിച്ചു. ഇത് ശരിക്കും അകത്ത് ഒരു ആൻറ്റിബയോട്ടിക് എഫക്റ്റാണ്. പിന്നെ ചിലവർ പറയും അത് ഇത് ഇടുന്നത്. ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷനാണ്. ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് എക്സ്പെക്ട്രേഷൻ, അതായത് കഫം പുറത്തേക്ക്. ഇവിടെ ഓൾറെഡി കഫം ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാവും. ഇറിറ്റേറ്റ് ചെയ്യേണ്ട ഓൾറെഡി ഇറിറ്റേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് അത്. കഫം ഭയങ്കര പാടാണെങ്കിൽ കുറച്ച് ആവി പിടിച്ച് കഴിഞ്ഞാൽ കഫം ഇളകിപ്പോകും. ചിലവരിങ്ങനെ ചുമച്ചുകൊണ്ടേ ഇരിക്കും, ഭയങ്കര പാട്. അവർക്ക് ആവി പിടിച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരും. അപ്പോൾ ഈ ആവി പിടിക്കുന്നത് പോലെ തന്നെ നമുക്കിപ്പം ഈ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഏകദേശം അവസാനിക്കുക. അപ്പോൾ ഈ ആസ്മ ഉണ്ട്, എന്നാൽ വലിയ ഫുൾ ഫ്ലജ്ഡ് ആസ്മ അല്ല, ലൈറ്റായിട്ടിരിക്കുകയാണ്, അത് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു സബ്റ്റിലായിട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും നമുക്ക്? ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ജീവിതശൈലി. അനാവശ്യമായ ഫുഡുകൾ കഴിക്കാതിരിക്കുക. വീട്ടിൽ തന്നെ ഉണ്ടാക്കി പരമ്പരാഗതമായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആഡഡ് അഡിറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ അജിനോമോട്ടോ അതൊക്കെ ചേർത്ത് നമുക്കറിയില്ല ഇതെന്ത്. ചില സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വരെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ കഴിച്ചൊരു പ്രശ്നമാണ്. പിന്നെ യോഗ വളരെ പ്രധാനമാണ്. ഈ പറയുന്ന പ്രതികരണശേഷി കുറയ്ക്കാനായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് യോഗ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റീറോയിഡ് പോലെ തന്നെ എഫക്റ്റീവാണ്. ചെറിയ ഡോസ് സ്റ്റീറോയിഡ് പോലെ തന്നെ എഫക്റ്റീവാണ്. യോഗ ചെയ്ത് ആ ശ്വാസനാളി ക്ലിയർ ആക്കുക, ബ്രീതിങ് എക്സസൈസ് അത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഫുഡ് നമുക്ക് ഏതിനാണ് അലർജി ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ കറക്റ്റായിട്ടുള്ള ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻഹേലർ, അത് സ്റ്റീറോയിഡൊന്നും അവസാന വാക്കല്ല ആസ്മയുടെ. ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസ്മയാണെന്നുള്ളത് നമ്മൾ ആദ്യം
തീരുമാനിക്കുക. രണ്ടാമത്തെ നമുക്ക് അധികരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് ഒഴിവാക്കുക. പിന്നെ ആവശ്യമുള്ള രീതിയിൽ മരുന്ന് ഉപയോഗിക്കുക. അമിതമായിട്ട് മരുന്നിൻ്റെ ആവശ്യമില്ല. ഈ ആസ്മ എന്ന് പറയുന്ന സാധനം ഇപ്പം നമുക്ക് മരുന്നുകളിലൂടെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. ഇത് അപകടകാരിയാവുന്ന ഒരു സന്ദർഭമുണ്ടോ? ഉണ്ട്. അപകടകാരിയാവുന്ന സംഭവം ഞാൻ പറഞ്ഞത്, നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ. നമുക്കിപ്പം മാറും. നമ്മൾ ഒരു പഫ് അടിച്ചു, 2 പഫ് അടിച്ചു, 3 പഫ് അടിച്ചു, മാറുന്നില്ല. കാരണം ചിലപ്പോൾ ആസ്മ മരണത്തിലേക്ക് നീങ്ങാം. ഓക്കെ. നെബുലൈസ് ചെയ്തു, 1 നെബുലൈസ് ചെയ്തു, 2 നെബുലൈസ് ചെയ്ത് മാറുന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ. കാരണം ആ സമയത്ത് ഇഞ്ചക്ഷനുകൾ വേണ്ടി വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആസ്മ രോഗിക്ക് എപ്പം വേണമെങ്കിലും ശ്വാസകോശത്തിൽ കുമിളകൾ പൊട്ടാം, ന്യൂമോത്രാക്സ് ഉണ്ടാവാം. അവർക്ക് എപ്പം വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ന്യൂമോണിയ ആവാം. ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. ആസ്മ ഉള്ള രോഗികളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽ ചെന്ന്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞൊരു എമർജൻസി എങ്ങനെ തിരിച്ചറിയാം? സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുക. ഒരു കുട്ടിയാണെങ്കിൽ തന്നെ ചുമച്ചുകൊണ്ടിരിക്കുക, പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു സെൻറ്റൻസ് അപ്പ അല്ലെങ്കിൽ അമ്മ ഈ രീതിയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഹോസ്പിറ്റലിൽ പോകുക ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശ്വാസം ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളൂ. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ ജേക്കബ് ബേബി എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ HOD പൾമണോളജിയാണ്. അദ്ദേഹം ഇവിടെ വളരെ വിശദമായിട്ട് ആസ്മയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരുപക്ഷെ ആസ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം ശരീരത്തിനെതിരെ തന്നെ അല്ലെങ്കിൽ അമിതമായി പ്രവർത്തിക്കുന്നതാണ് ആസ്മയിലേക്ക് നയിക്കുന്നത്. അതായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, ഈ ക്ലൈമറ്റിൽ ഇപ്പോഴത്തെ ഈ സമയത്ത് ക്ലൈമറ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ ആസ്മയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആസ്മ എങ്ങനെ തിരിച്ചറിഞ്ഞാൽ ആസ്മ ഡേഞ്ചറസ് ആണോ എന്നെങ്ങനെ തിരിച്ചറിയാം, ഏത് സാഹചര്യത്തിലാണ് ഡോക്ടറെ കാണേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത്, വീട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയുണ്ട്, ഇതെല്ലാം ഡോക്ടർ പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്തയാഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയമായിട്ട്. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്. ബൈ.